ബുധനാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളിലൂടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. പിണറായിയിലെ കോൺഗ്രസ് ഓഫീസ് അക്രമം, ഒരാൾ കസ്റ്റഡിയിൽ. അധ്യാപനത്തിന്റെ കലാഹൃദയം തുറന്നുകാട്ടി മത്സരങ്ങൾ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആടിത്തകർത്തത് ഒരു കൂട്ടം അധ്യാപകർ. അദാലത്തിലൂടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ഒപ്പമുണ്ട് സർക്കാർ എന്ന വാഗ്ദാനമാണ് നടപ്പിലാക്കപ്പെടുന്നതെന്ന് കടന്നപ്പള്ളി. ഒറ്റരാത്രി കൊണ്ട് കത്തിയമർന്നത് സ്വപ്നങ്ങൾ. സൂപ്പർമാർക്കറ്റിലെ തീപിടുത്തത്തിൽ ലക്ഷങ്ങൾ നഷ്ടം. അജ്മാനിലെ കളിയാട്ടം ക്ഷമാപണവുമായി പത്രസമ്മേളനം. ITI വീണ്ടും സംഘർഷഭൂമിയായി. KSUSFI പ്രവർത്തകർക്ക് പരിക്ക്. സംഭവം കൊടിമരം സ്ഥാപിക്കുന്നതിലെ തർക്കം. റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് അലോഷ്യസ് സേവ്യർ. കണ്ണൂരിനെ തഴഞ്ഞ് കേരള സർക്കാർ. കോടതി മാറ്റിയ നടപടിയിൽ പ്രതിഷേധം ശക്തം. വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധവുമായി വ്യാപാരികൾ. പന്തം കൊളുത്തി പ്രകടനം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. മാടായി കോളേജ് വിവാദം ചർച്ചയ്ക്കെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രമ്യമായി പരിഹരിക്കാൻ തീരുമാനം. നോക്കാം വിശദമായ വാർത്തകൾ. പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. വെണ്ടുട്ടായി കനാൽക്കര സ്വദേശി വിപിൻ രാജാണ് അറസ്റ്റിലായത്. വെണ്ടുട്ടായിയിലെ കോൺഗ്രസ് ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത്. CCTV ക്യാമറകൾ അടിച്ചു തകർത്ത നിലയിലായിരുന്നു. ഉദ്ഘാടനം ചെയ്യാനിരുന്ന ഓഫീസായിരുന്നു ആക്രമിച്ചത്. ഉദ്ഘാടന ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പ്രവർത്തകർ മടങ്ങിയ ശേഷം പുലർച്ചെയാണ് പ്രിയദർശിനി മന്ദിരത്തിന് നേരെ ആക്രമണം നടന്നത്. KPCC പ്രസിഡന്റ് K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്യാനിരുന്ന പിണറായി പഞ്ചായത്തിലെ കോഴൂർ കനാൽക്കരയിലെ പ്രിയദർശിനി മന്ദിരത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പെട്രോൾ കുപ്പിയിലാക്കി കൊണ്ടുവന്ന് തീ വെച്ച് കെട്ടിടത്തിന് എറിയുകയായിരുന്നുവെന്നാണ് സൂചന. എന്നാൽ തീ കാര്യമായി പടർന്നില്ല. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കെട്ടിയ തോരണങ്ങളും നശിപ്പിച്ച നിലയിലായിരുന്നു. ഓഫീസിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീയിടുകയായിരുന്നു. വാതിൽ ഉൾപ്പെടെ ഭാഗികമായി അഗ്നിക്ക് ഇരയായി. സംഭവം അറിഞ്ഞ് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലത്തെത്തി. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കേരളത്തിലെ പുരോഗമന അധ്യാപക സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA അധ്യാപകർക്കായി സംഘടിപ്പിച്ച വിവിധ കലാമത്സരങ്ങളുടെ ജില്ലാതല മത്സരങ്ങൾ സമാപിച്ചു. കണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി നിർവഹിച്ചു. നമുക്കറിയാം, സാധാരണ ചില ആളുകളെല്ലാം പറയാറുള്ളത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും പണിയില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം മറ്റേത് മേഖലയെ എടുത്ത് പരിശോധിച്ചാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ പ്രയാസത്തോടുകൂടി അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു മേഖലയായിട്ട് തന്നെയാണ് അധ്യാപന മേഖലയെ കാണാൻ വേണ്ടി കഴിയുന്നത്. അധ്യാപകരുടെ കലാപരമായ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനും ഇതോടൊപ്പം അധ്യാപന ഇടപെടലുകൾ കൂടുതൽ മികവുറ്റതാക്കുന്നതിനും അവസരം ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പുരോഗമന ഇടതുപക്ഷ അധ്യാപക സംഘടനയായ KSTA എല്ലാ വർഷവും അധ്യാപക കലോത്സവങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെയാണ് മത്സരങ്ങൾ. ജില്ലയിലെ 15 സബ് ജില്ലകളിൽ നിന്നുള്ള വിവിധ മത്സര വിജയികളാണ് ജില്ലാതല മത്സരത്തിൽ മാറ്റുരച്ചത്. മിമിക്രി, മോണോ ആക്ട്, കഥ, കവിത, ഉപന്യാസം, ചിത്രരചന, തിരുവാതിര, ഒപ്പന, മാർഗം കളി, വിവിധ ഗാനാലാപന മത്സരങ്ങൾ തുടങ്ങി 35 ഇനങ്ങളിലായി 300ഓളം അധ്യാപകർ മത്സരിച്ചു. സ്ത്രീ ത്യാഗമാണ്, ശക്തിയാണ്. ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അത് കേട്ട് നിന്ന് കുഞ്ഞാട്ടുകുട്ടി ജില്ലയിൽ നിന്നും 1ാം സ്ഥാനം നേടുന്നവരാണ് സംസ്ഥാന അധ്യാപക കലാമേളയിൽ പങ്കെടുക്കുക. അധ്യാപക കലാമേള പോലെ തന്നെ അധ്യാപക കായികമേളയും ഇതേ സമയം നടക്കുന്നുണ്ട്. സംസ്ഥാന അധ്യാപക കലാമേള ഡിസംബർ 27 ആലപ്പുഴയിലും കായികമേള ഡിസംബർ 22 മലപ്പുറത്ത് വെച്ചുമാണ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ വൊക്കേഷണൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയിൽ നടന്ന ജില്ലാ കലാമേള ഉദ്ഘാടന ചടങ്ങിന് KSTA ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ KC മഹേഷ്, KC സുധീർ, T രജില, K സുനിൽ, K ശശീന്ദ്രൻ, K മനോജ് കുമാർ എന്നിവരും സംബന്ധിച്ചു.
അദാലത്തിലൂടെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെട്ട് അതിവേഗം പരിഹാരം കാണുകയാണ് സർക്കാരെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി തലശ്ശേരി താലൂക്ക് അദാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പരാതികളുടെ പ്രാധാന്യവും പ്രസക്തിയും പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. അതാത് മേഖലകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചേർന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളും. ജനകീയ പ്രശ്നങ്ങളിൽ എന്നതുപോലെ വ്യക്തിപരമായ പ്രശ്നങ്ങളും കാലവിളംബം കൂടാതെ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇനിയും പരിഹരിക്കപ്പെടണം എന്നാവശ്യമായി പുതിയ നിർദ്ദേശങ്ങളുമായി വന്നവരും എല്ലാവരുമുണ്ട്. അതെല്ലാം കേട്ട് തത്സമയം സ്വീകരിക്കാനും അത് പരിഗണിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ആ നിലയിൽ സമയബന്ധിതമായി അല്പസമയം എടുത്തു കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം പ്രസക്തി ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് ഈ പരിപാടി സംസ്ഥാനത്ത് ആരംഭിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ തിരുവനന്തപുരത്ത് വെച്ച് അത് ഉദ്ഘാടനം ചെയ്തു. സമർപ്പിച്ചിട്ടുള്ള പരാതികൾ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ പരിചിതം ചെയ്തുകൊണ്ട് അതാത് മേഖലകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് നൽകാൻ സാധിച്ചു. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഇവിടെ നൽകി. അത് ആ ക്രമീകരണങ്ങളാണ് എല്ലായിടവും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു മുഖ്യാതിഥിയായി. പൊതുവികസനം മാത്രമല്ല ജനങ്ങളുടെ ചെറുതും വലുതുമായ ഒട്ടനവധി വിഷയങ്ങൾ കൂടി പരിഹരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. AAY PHH മുൻഗണന റേഷൻ കാർഡുകൾ അനുവദിച്ച 19 പേർക്ക് അദാലത്തിൽ കാർഡുകൾ വിതരണം ചെയ്തു. KP മോഹനൻ MLA അധ്യക്ഷനായി. തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി, ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള ADMC പത്മചന്ദ്ര കുറുപ്പ്, സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ, ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് MK സെയ്തു, കീഴല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KV മിനി, തലശ്ശേരി തഹസിൽദാർ M വിജേഷ്, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. നേരത്തെ നൽകിയ പരാതികൾക്ക് പുറമെ പുതിയ പരാതികളും സ്വീകരിക്കുന്നുണ്ട്. തളിപ്പറമ്പ് താലൂക്ക് അദാലത്ത് ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തളിപ്പറമ്പ് മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലും, പയ്യന്നൂർ താലൂക്ക് അദാലത്ത് ഡിസംബർ 13 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടക്കും. ഡിസംബർ 16 തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ഇരിട്ടി തന്തോട് സെന്റ് ജോസഫ് ചർച്ച് ഹാളിലാണ് ഇരിട്ടി താലൂക്ക് അദാലത്ത് നടക്കുക. തളിപ്പറമ്പ് 193, പയ്യന്നൂർ 162, ഇരിട്ടി 161 എന്നിങ്ങനെയാണ് താലൂക്കുകളിൽ ലഭിച്ച പരാതികളുടെ എണ്ണം. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തളാപ്പ് തുളിശ്ശേരിയിലെ ഡോർ ടു ഡോർ സൂപ്പർ മാർക്കറ്റിൽ വൻ തീപിടുത്തം. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. രാവിലെ 10 മണിക്കാണ് തീപിടുത്തമുണ്ടായത്. കട അടച്ചിട്ടിരുന്നതിനാൽ അകത്തുനിന്നും പുക ഉയരുന്നത് കണ്ട് കടയുടമ പവൻകുമാറിനെ സമീപവാസികൾ വിവരമറിയിക്കുകയായിരുന്നു. പവൻകുമാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഫ്രിഡ്ജ്, ഫ്രീസർ, കമ്പ്യൂട്ടർ, AC, ക്യാമറ തുടങ്ങിയ ഇലക്ട്രോണിക് സാധനങ്ങളും കടയിലെ മുഴുവൻ മറ്റ് സാധനങ്ങളും കത്തിനശിച്ച് വീഴ്പ്പെടുന്നു. ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഇനിയൊരിടവേള. ഇപ്പോഴത്തെ സാഹചര്യത്തിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണമെങ്കിൽ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അതെന്തായാലും ഇപ്പൊ നടക്കൂല. GIT ഉള്ളപ്പോ എന്തിനാ വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കണേ? കുറഞ്ഞ ഫീസല്ലേ ഉള്ളൂ അവിടെ. പിന്നെ നീ പറയണ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള സിലബസിനേക്കാളും അപ്ഡേറ്റഡ് സിലബസ് വെച്ചാണ് GITD ക്ലാസുകൾ കൊടുക്കുന്നത്. പിന്നെ GITD ഫാഷൻ ആൻഡ് ബ്യൂട്ടിക്ക് വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിലാസം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. അജ്മാനിൽ കളിയാട്ടം നടത്തിയ കോലാധാരികൾ ക്ഷമാപണം നടത്തി. വീടുകളിലും വയൽത്തിറയായും കെട്ടിയാടി വരുന്ന തെയ്യങ്ങളാണെന്ന സങ്കല്പത്തിലായിരുന്നു കളിയാട്ടത്തിന് മുതിർന്നതെന്നും ഈയൊരു വിഷയത്തോടെ വിശ്വാസി സമൂഹത്തിനുണ്ടായ വിഷമങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നതായും കോലാധാരികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഭാവിയിൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കില്ലെന്നും ഇവർ പറഞ്ഞു. കഴിഞ്ഞ നവംബർ 24-ന് UAE-യിലെ അജ്മാനിലുള്ള പ്രവാസികളായ ഭക്തർ നടത്തിയ കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുത്ത ഞങ്ങൾ തെയ്യം കെട്ടിയിരുന്നുവെന്നും വീടുകളിലും വയൽത്തിറയായും കെട്ടിയാടി വരുന്ന തെയ്യങ്ങളാണെന്ന സങ്കല്പത്തിലായിരുന്നു ഈ തെയ്യങ്ങളെ കെട്ടിയാടാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചതെന്നും കോലധാരികളും സഹപ്രവർത്തകരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതുമൂലം വിവിധ സമുദായങ്ങളിലെ വിശ്വാസികൾക്കും സ്ഥാനികർക്കും ഏറെ വേദനയും പ്രതിഷേധവും ഉണ്ടായി എന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയുണ്ടായെന്നും ബോധപൂർവമല്ലാത്ത ഞങ്ങളുടെ ഈ പ്രവൃത്തി മൂലം വടക്കേ മലബാറിലെ തെയ്യവിശ്വാസി സമൂഹത്തിനുണ്ടായ വിഷമങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം ഇത്തരം പ്രവൃത്തികൾ ഭാവിയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കില്ലെന്ന് ക്ഷേത്ര സ്ഥാനികർക്കും വിശ്വാസികൾക്കും ഉറപ്പു നൽകുന്നതായും മുൻകാലങ്ങളിൽ സഹകരിച്ചതുപോലെ തുടർന്നും ഞങ്ങളോട് സഹകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. വടക്കേ മലബാറിലെ കാവുകളിൽ വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഭാഗമായ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടി കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളെ ദൈവിക പരിവേഷത്തിലാണ് വിശ്വാസികൾ ആരാധിച്ചു വരുന്നത്. കാവുകളിൽ വ്രതശുദ്ധിയോടുകൂടി കോലം ധരിക്കുന്ന കനലാടിമാരെ ദൈവിക പരിവേഷത്തോടെയാണ് വിശ്വാസികൾ ദർശിക്കാറ്. ഇതിനുവേണ്ടി വിവിധ സമുദായ അംഗങ്ങൾ ദീർഘകാലത്തെ കഠിന പ്രയത്നങ്ങളിലൂടെയാണ് വലിയൊരു ഭക്ത സമൂഹത്തെ കാവുകളിൽ ഒരുക്കിയെടുക്കുന്നത്. ഈ വിശ്വാസ സമൂഹത്തെയും ഊരാളന്മാരും ഏതോ ഒരു ദുർബല നിമിഷത്തിൽ മറന്നുപോയതിനാലുള്ള മനോവേദനയോടെയാണ് ഈ പത്രക്കുറിപ്പിന് ആധാരം. 2024 നവംബർ മാസം UAE-യിലെ അജ്മാനിലുള്ള പ്രവാസികളായ ചില ഭക്തർ നടത്തിയ കളിയാട്ട മഹോത്സവത്തിൽ ഞങ്ങൾ തെയ്യം കെട്ടിയിരുന്നു. നേർച്ചയായി ഗൃഹങ്ങളിലും വയൽത്തറയായും കെട്ടിയാടി വരുന്ന തെയ്യങ്ങളാണെന്ന സങ്കല്പത്തിലായിരുന്നു ഈ തെയ്യങ്ങളെ കെട്ടിയാടാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. ഇതുമൂലം വിവിധ സമുദായങ്ങളിലെ വിശ്വാസികൾക്കും സ്ഥാനികർക്കും ഏറെ വേദനയും പ്രതിഷേധവും ഉണ്ടായി എന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയുണ്ടായി. ബോധപൂർവമല്ലാത്ത ഞങ്ങളുടെ ഈ പ്രവൃത്തി മൂലം വടക്കേ മലബാറിലെ തെയ്യവിശ്വാസി സമൂഹത്തിനുണ്ടായിട്ടുള്ള വിഷമതകൾക്ക് നിർഭാഗ്യം ഖേദം പ്രകടിപ്പിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ KP പ്രസൂൺ പെരുവണ്ണാൻ, KP രാജൻ പെരുവണ്ണാൻ, ചന്ദ്രൻ പെരുവണ്ണാൻ, ബിജു നടുവിൽ, P വിജേഷ് കൂത്തുപറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൊടിമരം സ്ഥാപിക്കുന്നതിലെ തർക്കം തോട്ടട ITI-യിൽ SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടി. പോലീസ് ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. KSU കൊടിമരം സ്ഥാപിക്കുന്നത് SFI തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. തോട്ടട ITI-യിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം. ഇരുവിഭാഗത്തെയും പിരിച്ചുവിടുന്നതിനായി പോലീസ് ലാത്തി വീശി. സംഭവത്തിൽ ഇരു സംഘടനകളുടെയും പ്രവർത്തകർക്ക് പരിക്കേറ്റു. ITI ക്യാമ്പസിൽ KSU കൊടിമരം സ്ഥാപിക്കുന്നത് SFI തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. ഇതോടെ ഇരുവിഭാഗവും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. എടക്കാട് SIയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് ലാത്തി വീശി. ഇതിനിടയിലാണ് ലാത്തിയടിയേറ്റ് പ്രവർത്തകർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റ പ്രവർത്തകർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ഏകദേശം 1.5 മണിക്കൂറോളം സംഘർഷം നീണ്ടുനിന്നു. കഴിഞ്ഞ ദിവസവും KSU കൊടിമരം സ്ഥാപിക്കുന്നത് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് SFI KSU സംഘർഷം നിലനിന്നിരുന്നു. ഇതിന് തുടർച്ചയായി ഇന്ന് രാവിലെ വീണ്ടും KSU പ്രവർത്തകർ കൊടിമരം സ്ഥാപിക്കാൻ എത്തിയതോടെയാണ് SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ തടഞ്ഞത്. ഇതേ തുടർന്ന് വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ ITI ക്യാമ്പസിൽ പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ITI-യിലെ SFI അക്രമത്തിൽ പ്രതിഷേധിച്ച് 16-ന് KSU തോട്ടട ITI റീജിയണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ കണ്ണൂരിൽ മാധ്യമങ്ങളോടാണ് ഇക്കാര്യം പറഞ്ഞത്. SFIക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ വിടില്ലെന്ന നിലപാട് അംഗീകരിക്കില്ല. ഏകപക്ഷീയമായ അക്രമമാണ് SFI പ്രവർത്തകർ നടത്തിയത്. കഴിഞ്ഞ 28 വർഷമായി KSUവിന് യൂണിറ്റ് ഇല്ലാത്ത സ്ഥലമാണ് കണ്ണൂർ ITI. അവിടെ KSU യൂണിറ്റ് സ്ഥാപിച്ചതോടെയാണ് SFIക്ക് ഹാലിളകിയതെന്നും അലോഷ്യസ് പറഞ്ഞു. നോമിനേഷൻ കൊടുക്കാൻ കടന്നു ചെല്ലുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ഒരു സാഹചര്യം,
ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി നോക്കിക്കാണുന്നത്. നിയമപരമായും രാഷ്ട്രീയപരമായും ആ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനെ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം കൊണ്ട് SFI നേരിടാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവിധ പ്രതിരോധവും തീർക്കാൻ KSU സംസ്ഥാന കമ്മിറ്റി മുന്നിട്ട് വരും എന്ന് സൂചിപ്പിക്കുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആ ക്യാമ്പസിൽ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള ഞങ്ങളുടെ അവകാശത്തെ അംഗീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഒപ്പം തന്നെ ആ ക്യാമ്പസിൽ SFI എന്ന് പറയുന്ന ഗുണ്ടാ സംഘത്തിന് അവർക്ക് വേണ്ട എല്ലാവിധ കവചവും ഒരുക്കുന്നത് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പൾ SFIക്കാരനേക്കാളും DYFIക്കാരനേക്കാളും CPMകാരനേക്കാളും നിലവാരം കുറഞ്ഞ തരത്തിലേക്ക് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പൾ SFIക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് റീജിയണൽ ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിലേക്ക് ഈ വരുന്ന തിങ്കളാഴ്ച സംസ്ഥാന KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്കുള്ള മാർച്ചുമായി കടന്നു വരികയാണ്. ആ ക്യാമ്പസിൽ ഉള്ള ഇടിമുറികൾ പരിശോധിക്കുക, ആ ക്യാമ്പസിൽ നടക്കുന്ന ഇടിമുറികൾക്ക് താഴിടുക എന്ന ആവശ്യമായിട്ടാണ് പ്രിൻസിപ്പളിനെതിരെ നടപടിയെടുക്കുക. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നു വരികയാണ്. സംഘടനാപരമായി ഞങ്ങൾക്ക് ആ ക്യാമ്പസിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലേക്കുള്ള യൂണിറ്റിന് പിന്തുണയും സംസ്ഥാന KSU കമ്മിറ്റി വാഗ്ദാനം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് കൊടിയിൽ എഴുതിവെച്ച SFI അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ വിടുന്നില്ല. എന്തു രാഷ്ട്രീയമാണ് SFI ഇതിലൂടെ പറയുന്നതെന്ന് അവർ വ്യക്തമാക്കണം. ദിവസങ്ങൾക്ക് മുൻപ് KSU യൂണിറ്റ് സെക്രട്ടറിയെ SFI യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചു. ഈ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് KSU സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ITI ക്യാമ്പസിലെത്തിയപ്പോൾ മർദ്ദിച്ചത്. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത്തരം നടപടികളെ ശക്തമായി നേരിടാനാണ് KSU സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ക്യാമ്പസിൽ നടത്തുന്ന സമരങ്ങളിൽ SFI ഇല്ല. ശനിയാഴ്ച അവധി ദിവസമല്ലെന്ന സർക്കാർ തീരുമാനം പിൻവലിക്കാൻ KSU മാസങ്ങളോളമാണ് സമരം നടത്തിയതെന്നും സർക്കാരിനെ കൊണ്ട് തീരുമാനം പിൻവലിക്കാൻ സമരത്തിന് കഴിഞ്ഞുവെന്നും അലോഷ്യസ് ശേവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂരിന് അനുവദിച്ച ഡിജിറ്റൽ MECT കോടതി തലശ്ശേരിയിലേക്ക് മാറ്റിയ നടപടിയിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ബാർ അസോസിയേഷൻ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള ബാർ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് CK രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു. തികച്ചും അസാധാരണമായ നടപടിക്രമത്തിലൂടെയാണ് കോടതി നടപടികൾ ബഹിഷ്കരിച്ചതും സമരം നടത്തിയതും. അധാർമികമായ തീരുമാനത്തിനെതിരെയാണ് സമരം. ഹൈക്കോടതി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഡാറ്റ പരിശോധിച്ച ശേഷം എവിടെയൊക്കെ കോടതികൾ ആവശ്യമുണ്ട് എന്ന് പരിശോധിച്ചാണ്. അങ്ങനെ കൈക്കൊണ്ട നടപടിയെ സർക്കാർ ഏകപക്ഷീയമായി തിരുത്തി മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അധാർമികവും അപലനീയവുമാണ്. അർഹമായത് ലഭിച്ചപ്പോൾ അത് കുറുക്കുവഴിയിലൂടെ തട്ടിമാറ്റുകയാണ് ചെയ്തത്. ഈ സമരത്തിനെതിരെ എന്തൊക്കെ നിയമ നടപടി വന്നാലും കണ്ണൂരിലെ അഭിഭാഷകർ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് CK രത്നാകരൻ പറഞ്ഞു. ഒരു സബ് കോടതിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് 1962 മുതൽ സബ് കോടതിക്ക് വേണ്ടി ശ്രമിച്ച് മാറി മാറി വരുന്ന സർക്കാരുകൾ കണ്ണൂരിന്റെ ആവശ്യം തിരസ്കരിക്കുകയാണ് ചെയ്തതെന്നാണ്. പിന്നീട് പുതിയ തലമുറ അത് ആത്മാർത്ഥമായി ശ്രമിച്ചു എങ്കിലും തരാമെന്നായപ്പോൾ ഒരു തവണ സർക്കാർ കണ്ണൂർ സബ് കോടതി അനുവദിച്ചതായിരുന്നു. പിന്നീട് അത് ക്യാൻസലാക്കി. പിന്നീട് നമുക്ക് ആ സബ് കോടതി കിട്ടുവാൻ കേരള ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു. അങ്ങനെ ഓരോ കോടതിയും ഞങ്ങൾ നേടിയെടുത്തത് കോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണ്. അന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നത് ജില്ലാ രൂപീകരണ സമയത്ത് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. ഒന്ന്, കളക്ടറേറ്റ് കണ്ണൂരും കോടതി തലശ്ശേരിയുമെന്നായിരുന്നു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ അധ്യക്ഷത വഹിച്ചു. ബാർ അസോസിയേഷൻ സെക്രട്ടറി GV പങ്കജാഷൻ സ്വാഗതം പറഞ്ഞു. C കൃഷ്ണൻ, PP വേണു, EP ഹംസക്കുട്ടി, PK മഹേഷ്, സജിത് ചാലിൽ, MR ഹരീഷ്, മുഹമ്മദ് ഫൗസ്, MC സജീഷ്, M രാജേഷ് കുമാർ, വിവേക് തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പന്തംകൊളുത്തി പ്രകടനത്തിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലും പന്തംകൊളുത്തി പ്രകടനം നടത്തി. പ്രസ് ക്ലബ് റോഡിൽ നിന്നും തുടങ്ങിയ പ്രകടനം നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ തീയറത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV സലീം അധ്യക്ഷത വഹിച്ചു. ഷാഫി മുണ്ടേരി, മൂസ ഷിഫ, ജ്യോതി ദർശൻ, അസീസ് വടക്കുംപാട്, സമീർ, ഷാഹുൽ, KV റാഷിദ് എന്നിവർ സംസാരിച്ചു. ഇതുപോലെ പന്തംകൊളുത്തി പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് പ്രകടനങ്ങൾ ഇതേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ശക്തമായ ഒരു വലിയ സംഘടനയുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഹ്വാനപ്രകാരം നടക്കുന്നതായതുകൊണ്ട് തന്നെ വളരെ ചിട്ടയായി കൃത്യമായും ആരെയും ബുദ്ധിമുട്ടിക്കാതെ എന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുമാറ് നമ്മൾ ഈ പ്രകടനം നടത്തുകയാണ്. ഇവിടെ വളരെ ചുരുങ്ങിയ ഒരു ചെറിയ കാര്യം മാത്രമേ പറയാനുള്ളൂ. വ്യാപാരികളാണ് ഇത് നടത്തുന്നത്, ഇത് വ്യാപാരികളുടെ കാര്യമാണ് എന്ന് ദയവ് ചെയ്ത് ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
ഈ രാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ സ്പന്ദനമാണ് വ്യാപാരി സമൂഹം. മാടായി കോളേജിൽ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുതിർന്ന കോൺഗ്രസ് നേതാവും അച്ചടക്ക സമിതി ചെയർമാനുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂരിലെത്തി. ബന്ധപ്പെട്ടവരുമായി എല്ലാം ചർച്ച നടത്തുമെന്നും പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നം പരിഹരിച്ചല്ലേ മതിയാവും, പക്ഷേ എല്ലാവരുടെ ഒപ്പീനിയൻ കേൾക്കും. അഭിപ്രായം കേട്ടതിന് ശേഷം ഞങ്ങൾ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടേതായ നിർദ്ദേശം പറയും. എല്ലാ ആളുകളോടും സംസാരിക്കാതിരിക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസിൻ്റെ ലീഡേഴ്സല്ലേ, അവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചല്ലേ മതിയാവൂ. അതൊക്കെ സംസാരിച്ചിരിക്കും. പക്ഷേ ഇപ്പം ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ 2:30 മണിക്ക് യോഗ ആയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇരിക്കും, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും. കേട്ടതിന് ശേഷം രമ്യമായി മുന്നോട്ട് പോകാനുള്ള നടപടിയിലേക്ക് പോകാം. രമ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊരു പൊളിറ്റിക്കൽ മിഷനുണ്ട്. അത് ഡിവൈഡ് ചെയ്യല്ല, അത് ഒരുമിച്ച് പോകണമെന്നുള്ളതാണ്. അതിന് പറ്റുന്ന സഹായകരമായ ഒരു നിലപാട്, അതാണ് ഞങ്ങൾ എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളും ആ ലക്ഷ്യത്തിലോട്ടാണ് പോകുന്നത്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.